നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അടവുകളുടെ അങ്കത്തട്ടിൽ. അധികാരത്തിന്റെ അങ്കക്കളിയിൽ അടവുകൾ മാറ്റി ശശികല. അനുകൂല അവസരത്തിന്റെ അരങ്ങൊരുങ്ങുന്നതും കാത്ത് പനീർശെൽവം. ഇടവേളയില്ലാതെ തുടരുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ പിരിമുറുക്കത്തിൽ തമിഴകം. പയറ്റിൽ 18-ാം അടവെടുക്കുന്ന ചിന്നത്തലൈവി. ഗവർണറുടെ മൗനത്തിൽ പ്രതിഷേധിച്ച് നിരാഹാരത്തിനെന്നും സൂചന. മഹാബലിപുരം കൂവത്തൂരിലെ റിസോർട്ടിൽ നിന്ന് കൂടുതൽ MLA-മാർ തടവു ചാടുന്നതായി റിപ്പോർട്ട്. ഇന്നലെ ശശികലയുടെ സന്ദർശന വേളയിൽ റിസോർട്ടിൽ ഉണ്ടായിരുന്നത് 98 MLA-മാർ മാത്രം. ബാക്കി 30ഓളം പേർ എവിടെയെന്നത് അജ്ഞാതം. സത്യപ്രതിജ്ഞ സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകണമെന്ന ആവശ്യത്തിൽ ശശികല ക്യാമ്പ്. ഗവർണർ C. വിദ്യാസാഗർ റാവു തുടരുന്ന മൗനം ജനാധിപത്യ വിരുദ്ധമെന്ന ആക്ഷേപം. ക്ഷമയ്ക്ക് അതിരുണ്ടെന്നും സഹികെട്ടാൽ വേണ്ടത് ചെയ്യുമെന്നും ഗവർണർക്ക് അയച്ച കത്തിൽ ശശികല. രാജ്ഭവന് മുന്നിലോ മറീന ബീച്ചിൽ ജയലളിതയുടെ ശവകുടീരത്തിലോ ശശികല നിരാഹാരത്തിന് പുറപ്പെടുമെന്ന് റിപ്പോർട്ട്. രാവിലെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ചിന്നമ്മയുടെ കൂടിക്കാഴ്ച. അതേസമയം ശശികലയുടെ നിരാഹാരത്തിന് സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ പോലീസിനെ വിന്യസിച്ച് OPS സർക്കാരിന്റെ മുന്നൊരുക്കം. കൂടുവിട്ട് കൂറുമാറ്റം. ശശികലയ്ക്കുള്ള പിന്തുണ ചോരുമ്പോൾ കൂടുതൽ പേർ സ്വന്തം ക്യാമ്പിലേക്ക് ചേക്കേറുന്നതിന്റെ ആവേശത്തിൽ OPS. പ്രമുഖർ ഉൾപ്പെടെ കൂടുതൽ നേതാക്കൾ ഇന്ന് ശശികലയുടെ തടവ് ചാടുമെന്ന് റിപ്പോർട്ട്. പാർട്ടി സ്ഥാപക നേതാവ് C. പൊന്നയ്യന് പുറമെ ഇന്നലെ OPS ക്യാമ്പിലെത്തിയത് 2 മന്ത്രിമാരും 2 MP-മാരും. ശശികലയ്ക്കൊപ്പം MLA-മാരുണ്ടെങ്കിൽ തനിക്കൊപ്പം മുഴുവൻ പാർട്ടി പ്രവർത്തകരുമുണ്ടെന്ന ആത്മവിശ്വാസത്തിൽ OPS. അമിതാവേശം വെടിഞ്ഞ് ക്ഷമയോടെ കാത്തിരിക്കാൻ പ്രവർത്തകരോട് പനീർശെൽവം. ഗവർണറുടെ തീരുമാനം വൈകുന്തോറും അരങ്ങ് അനുകൂലമാകുന്നത് OPS-നെന്ന് നിരീക്ഷകർ. ശശികലയുടെ പിടിയിൽ നിന്ന് മോചനം നേടിയാൽ റിസോർട്ടിൽ കഴിയുന്ന MLA-മാർ തനിക്കൊപ്പം ചേരുമെന്ന പ്രതീക്ഷയിൽ പനീർശെൽവം. പരോക്ഷ പിന്തുണയ്ക്ക് BJP-യും പ്രത്യക്ഷ പിന്തുണയുമായി ലീഗും ഒപ്പം നിൽക്കെ നല്ലത് തന്നെ നടക്കുമെന്ന് OPS ക്യാമ്പ്. അതേസമയം ശശികലയ്ക്കെതിരായ അവിഹിത സ്വത്ത് കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി നാളെ ഉണ്ടായേക്കും. വിധി പ്രതികൂലമായാലും പിടിവിടാതിരിക്കാൻ തൽക്കാലത്തേക്ക് പിൻവാങ്ങി വിശ്വസ്തരെ മുഖ്യമന്ത്രി പദം ഏൽപ്പിക്കാനും ചിന്നമ്മയുടെ നീക്കം. പകരക്കാരായി KA സെങ്കോട്ടയ്യനും എടപ്പാടി പളനിസ്വാമിയും പരിഗണനയിൽ. വിയോഗിച്ചും വിമർശിച്ചും. ലോ അക്കാദമി പ്രശ്നത്തിൽ സർക്കാരിനെതിരെ വീണ്ടും VS. വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് വിമർശനം. അക്കാദമിയുടെ വിവാദ ഭൂമി ഇടപാടിൽ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും VS-ന്റെ മുന്നറിയിപ്പ്. അതേസമയം പുറമ്പോക്കിൽ പണിത മുഖ്യ കവാടം ഇന്നലെ ഇളക്കി മാറ്റിയെങ്കിലും മറ്റ് നിർമ്മിതികൾ തൊടാതെ ലോ അക്കാദമി. വ്യവസ്ഥകൾ ലംഘിച്ച് അക്കാദമി ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെയും ബാങ്ക് ശാഖയുടെയും കാര്യത്തിൽ കടുത്ത നിലപാടിനൊരുങ്ങി റവന്യൂ വകുപ്പ്. അതിനിടെ അക്കാദമി പ്രശ്നം സൃഷ്ടിച്ച ഭിന്നതയുടെ കലഹത്തിൽ ഇടതുമുന്നണി. ലോ അക്കാദമിയുടെ കാര്യത്തിൽ CPI പുലർത്തുന്ന കർക്കശ മനോഭാവത്തിൽ നീരസവുമായി CPM. ഘടകകക്ഷികളുടെ അഭിപ്രായ ഭിന്നത LDF യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വിലക്കിന്മേൽ കടുംപിടുത്തം. കുടിയേറ്റ വിലക്കിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധം തുടരവെ പുതിയ ഉത്തരവ് പരിഗണനയിലെന്ന സൂചന നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കീഴ്ക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും. പ്രഖ്യാപനം വിസ നിരോധനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നീതിന്യായ വകുപ്പ് നൽകിയ അപ്പീൽ സാൻ ഫ്രാൻസിസ്കോ കോടതി തള്ളിയതിന് പിന്നാലെ നിയമ പോരാട്ടത്തിൽ അന്തിമ വിജയം വൈറ്റ് ഹൌസിനൊപ്പമായിരിക്കും. അടുത്തയാഴ്ച ആദ്യത്തോടെ പുതിയ ഉത്തരവിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ട്രംപ്. സിറിയയും ഇറാനും അടക്കം 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് വിവാദ ഉത്തരവിറക്കിയത് കഴിഞ്ഞ മാസം 27-ന്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.